വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ മരണശേഷം എന്താന്ന് വെച്ചാൽ അയക്കോ. പക്ഷെ അപ്പോഴും എന്റെ ആത്മാവ് നിന്നോട് പുറകില്ല. അങ്ങനൊന്നും പറയരുത്. ഒരു തെറ്റുപറ്റി പോയെന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അവളെ ഇങ്ങനെ ക്രൂശിക്കണോ? അത്ര നിസ്സാരമായിട്ടുള്ള ഒരു തെറ്റാണോ അവള് ചെയ്തത്? പറയാ. താൻ മോളെ പറ്റി ഒരുപാട് സംസാരിച്ചൂലോ. എന്നെ പറ്റി എന്തോ ഓർക്കാഞ്ഞേ. 4 ആളുടെ മുഖത്ത് നോക്കാനാവാണ്ട് അവരുടെ പരിഹാസശരങ്ങള് എന്ന വേദനയുണ്ട് പെടഞ്ഞ് ജലപാനം ഉപേക്ഷിച്ച് ഉപാസനാമൂർത്തികളുടെ മുമ്പിൽ പെടയുന്ന നെഞ്ചോടെ ഇരുന്ന ദിവസങ്ങൾ ഞാൻ മറക്കില്ല സുഹൃത്തരെ. എന്റെ മനസ്സില് അവൾ എന്നെ മരിച്ചു. അവനെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെറുതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ നമുക്ക് സാവകാശം ആലോചിച്ച ഒരു തീരുമാനത്തിലെത്താം. ഇക്കാര്യത്തിൽ ഒരു സാവകാശം ഇല്ല. എനിക്ക് ഇപ്പൊ തന്നെ പോയി ഇതിന്റെ സത്യം അറിയണം. സച്ചി എന്ത് കുറ്റം ചെയ്തിട്ടാ ഇങ്ങനെ നാട് വിടേണ്ടി വന്നേ? ഇത് അച്ഛനും കുറുപ്പച്ചനും ഒക്കെ ചേർന്നൊരിക്കൽ കെണിയാ. എന്തോ ആയിക്കോട്ടെ, അതിന് നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ ശാന്തമായി ആലോചിക്ക്. ഞാൻ കാരണം അവന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാവരുത്. എന്നെ സ്നേഹിച്ചാണോ അവൻ ചെയ്ത കുറ്റം? സ്നേഹിക്കുന്ന അത്ര വലിയ തെറ്റാ? നിക്ക്, നിന്റെ ശരിയാവണമെന്നില്ലല്ലോ നിന്റെ അച്ഛനും. നീയും എന്നെ ഒറ്റപ്പെടുത്തി സംസാരിക്കണോ? ഞാൻ പറയുന്ന എന്താ നിനക്ക് മനസ്സിലാവാത്തത്? എനിക്കൊന്നും വേണ്ട. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ സച്ചിയോടൊപ്പം കഴിഞ്ഞാ മതി. നീ എന്താ ഇങ്ങനെയൊക്കെ? ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയടാ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു പോയി. ഈ ലോകം മുഴുവൻ എതിർത്താലും എനിക്ക് അവനെ വിട്ടൊരു ജീവിതമില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. നീ എങ്ങോട്ടായി പോകുന്നത്? ഞാൻ പറയുന്നെന്ന് കേക്ക്. ഇല്ല, സച്ചിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണം. ഞാൻ പറയുന്നത് അമ്മാവനും അമ്മായിക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് വാക്കായിരിക്കണം. കുടുംബത്തിന്റെ അന്തസ്സ് വാക്ക് പാലിക്കുന്നതിലാണെന്നാ എന്റെ വിശ്വാസം. അങ്ങനെയല്ലേ അമ്മായി? അത് ശരിയാ മോനെ. ആണേ. ഇതാണെങ്കി കൊടി കെട്ടിയ തറവാട്. അവിടെ കേറി പെണ്ണുകെട്ടി എന്നെ ഇങ്ങനെ തേരാപാര നടത്തിക്കുന്നതിന്റെ നാണക്കേട് ആർക്കാ? അമ്മാവ? അമ്മാവനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ കസേരയോടോ മേശയോടോ എന്തിന് തുപ്പൽ കൊളാമ്പിയോട് ചോദിച്ച പോലെ ഉത്തരം കിട്ടും. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങള് അത്ര വില കെട്ടു പോയിട്ടൊന്നുമില്ല. അത് സ്വയം തോന്നിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ മൂലയ്ക്ക് കുത്തിരിക്കാൻ വേണ്ടിട്ട് എന്തിനാ ഒരച്ഛൻ? ജനിപ്പിച്ച മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എന്താടി വേണ്ടേ? അച്ഛന്റെ സ്ഥാനം എന്താണെന്ന് ഇവക്കും അറിയില്ല. വീട്ടിൽ വന്ന് എന്റെ അച്ഛൻ ഓരോന്നോട് ഓടുന്ന കണ്ടപ്പോഴാ ഇവക്കും കാര്യങ്ങൾ മനസ്സിലായത്. അതിപ്പം മോനെ എല്ലാവരും ഒന്നുപോലെ ഇരിക്കുവോ?
കിളച്ചം കിണ്ടിയൊക്കെ നടന്നവർക്ക് ഒരു സമയം വെറുതെ ഇരിക്കാൻ തോന്നില്ല. സുഖിച്ച് ജീവിച്ചവർക്ക് അത് കഴിയില്ല. ആന മെലിഞ്ഞെന്നും പറഞ്ഞ് തൊഴുത്തി കെട്ടാൻ പറ്റുമോ? എന്റെ അച്ഛൻ കിളച്ചും കിണ്ടിയും തന്നെ ഞങ്ങളെ വളർത്തിയത്. അതിലൊരു നാണക്കൂടെ എനിക്ക് തോന്നിട്ടുമില്ല. ഇരുന്ന് തിന്ന് തുലയ്ക്കാൻ ഞങ്ങൾക്ക് ശീലമില്ല. വിശ്വട്ടാ, തരാനുള്ള കാശ് ചോദിക്കുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഏർപ്പാട് വിശ്വത്തിന്റെ അടുത്ത് വേണ്ട. നിനക്കറിയാലോ, ചിരിയും കളിയൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ മോനെ വെച്ച് പറഞ്ഞ് നോവിക്കാൻ വന്നാലുണ്ടല്ലോ. നീ ഇത്രയ്ക്ക് തുള്ളാ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? നിനക്ക് കുറച്ച് പണം തരാനുണ്ടെന്ന് വെച്ച് നീ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിക്കണമെന്നുണ്ടോ? വേണ്ടി വരും. ഇല്ല, അങ്ങനെ തോന്നിയാസൊന്നും കേട്ടോണ്ട് നിൽക്കാൻ ഭാഗ്യത്തിന് പറ്റില്ല. ഈ മനുഷ്യനെ വായിൽ തോന്നിയതൊക്കെ ഞാൻ പറയും. പക്ഷെ വേറെ ആരും അങ്ങനെ പന്ത് തട്ടണ്ട. ഭാഗ്യത്തിനത് ഇഷ്ടമല്ല. അമ്മായി എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഞാൻ അച്ഛനോട് എന്ത് പറയും? അറിയാലോ അച്ഛന്റെ സ്വഭാവം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അമ്മേ ഒന്നും മിണ്ടാതിരമ്മേ. വിശ്വട്ടാ, ഭാഗ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കോ? അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ. വിഷമം കൊണ്ടല്ലേ. അവന്റെ വിഷമം നമ്മളല്ലേ കേൾക്കണ്ടേ? അമ്മായി എന്താ എന്നെ മനസ്സിലാക്കാത്തെ? ഞാൻ അച്ഛനോട് എന്ത് പറയും? അറിയാലോ അച്ഛന്റെ സ്വഭാവം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അമ്മേ ഒന്നും മിണ്ടാതിരമ്മേ. വിശ്വട്ടാ, ഭാഗ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കോ? അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ. വിഷമം കൊണ്ടല്ലേ. അവന്റെ വിഷമം നമ്മളല്ലേ കേൾക്കണ്ടേ? അത് ന്യായം. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക അമ്മാവാ. ഏതിനൊരു ന്യായം വേണ്ടേ? എനിക്കാണെങ്കിൽ പെട്ടെന്നങ്ങ് BP കയറും. അതിനനുസരിച്ച് അമ്മായും കൂടെ തുടങ്ങിയാ പിന്നെ ബുദ്ധിമുട്ടാവും. ചെറുപ്പക്കാരത്തെങ്കിലും പറഞ്ഞ വയസ്സും പ്രായം അവര് ക്ഷമിക്കണ്ടേ? വിശ്വട്ട വന്നേ, വാ. നോക്കിയും കണ്ടുമൊക്കെ പെരുമാറി എല്ലാവർക്കും കൊള്ളാം. നിന്റെ തള്ളയുടെ ഭാവം എന്നോട് വേണ്ടെന്ന് പറഞ്ഞേക്ക്. വിശ്വനങ്ങ് തനി മറ്റവനാവും കേട്ടോ. ഇവനിതെന്ത് ഭാവിച്ചാ? നിനക്ക് ചോദിക്കായിരുന്നില്ലേ? സച്ചി, 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 നീ എന്തിനെങ്ങനെ ഒച്ചയിടുന്നേ? ഒന്ന് വിളിച്ച ഞാനിങ്ങ് വരില്ലേ? നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? എന്നെ പേടിച്ച് നീ നാട് വിട്ടെന്നും സുധാമ ഇനി ഒരിക്കലും പൂന്തോട്ടത്തിലേക്ക് വരില്ലെന്ന് നോക്കിയാ. നാട്ടുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? നീ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു അല്ലേ? ഏയ്, നീ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയാലും എന്നെയും കൂടെ കൂട്ടുമെന്ന് എനിക്കറിയാലോ. എനിക്കിപ്പോ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. നമ്മുടെ മാത്രം ഒരു ലോകം. ആ ലോകത്ത് ഒരു കൊച്ചു വീട്. അവിടെ നീ ഞാനും മാത്രം. നമ്മൾ മാത്രം? ഏയ്, അത് പോരാ. കൊറേ 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 മക്കൾ. കൊറേ അങ്ങനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുപാട് കാലം ജീവിക്കണം. എന്നിട്ട് ഞാൻ ആദ്യം മരിച്ചോട്ടേടാ. നിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് സുഖായിട്ട്. എന്നെ തനിച്ചാക്കി നീ പോവോ? പറ്റില്ല. പിന്നെ എന്ത് ചെയ്യൂടാ? ഒരു മനസ്സുള്ള നമ്മളെ ഒരുമിച്ചേ അങ്ങോട്ട് വിളിക്കാവൂന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. അതെ അതെ, നമ്മുടെ ജീവിതവും മരണവും കണ്ട് എല്ലാവരും അസൂയപ്പെടണം. പൂട്ടിയിട്ടിരിക്കുന്ന വീടിന് മുന്നിലെ ഇങ്ങനെ നിന്നാ മതിയോ കൊച്ചേ? പോകണ്ടേ? സച്ചി,
വാരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിനു. ഇത് ബാലമുള്ളയുടെ വീട് തന്നെയല്ലേ? ഇന്നലെയും കള്ളു കുടിച്ച് വെച്ച് ഞാൻ ഇവിടെ തന്നെയാണല്ലോ കിടന്ന്. രാവിലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഇനി മേല കള്ളു കുടിച്ചോണ്ട് ഈ വീട്ടിലോട്ട് വരില്ലാന്ന് സത്യം ചെയ്തിട്ടല്ലടാ കാലാ നീ പോയത്. നാളെ നേരം വെളുക്കുമ്പോ ഞാൻ വീണ്ടും സത്യം ചെയ്ത് തരാന്നല്ലേ. കള്ള സത്യം ചെയ്ത് ചെയ്ത് തള്ളയുടെ തലതെറിച്ചു പോട്ടേന്ന് അല്ലടാ. കേടത് വായിട്ട് അടയ്ക്കാതെ വില കഴിക്കാൻ എടുത്തു വെക്കാളെ. 2 വറ്റ് കഴിച്ചു കിടന്നില്ലെങ്കിൽ രാവിലെ തല നൂരത്തില്ല. കണ്ടതെല്ലാം വലിച്ചു കേട്ടിട്ടല്ലടാ നീ വന്നിരിക്കുന്നേ. നീ എന്തിനാടാ മോനെ ഇങ്ങനെ കുടിക്കുന്നേ? ആരെ തോപ്പിക്കാനെ ഇങ്ങനെ സ്വയം നശിക്കുന്നേ? അങ്ങനൊന്നുമില്ല. വൈകുന്നേരം ഇതേലൊരു തുള്ളി അകത്ത് ചെന്നില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല ജാനകിത്തള്ളേ. വാ വന്നിത്തിരി വല്ലതും എടുത്ത വാ എന്റെ ജാനകിത്തള്ളേ, നടക്ക്. ആ കേറ്. ആഹാ എല്ലാരും ഉണ്ടല്ലോ. ആ ഇരിക്കാം. നീ ഇതുവരെ തിന്ന് തീർന്നില്ലേ? ഇതെന്തൊരു തീറ്റയായത്? വേറെ പണി വല്ലതും വേണ്ടേ? എടാ ചെറുക്ക, ഈ വായടുത്തല്ല വല്ലതും പറയുന്നിട്ട് നീ എന്തിനാ കഴിക്കാതിരിക്കുന്നത്? അവിടെ നിന്ന് കഴിയണം. എനിക്ക് വേണ്ട. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മൂക്കുമുട്ട തിന്നു കഴിഞ്ഞപ്പോ അവര് വേണ്ടാന്ന്. ഓ ഈ മുടിഞ്ഞ തള്ളയുടെ ഒരു നാക്ക്. നിങ്ങളെ ഇങ്ങനെ ആക്കി എടുത്തതല്ലേ? മോന് വിഷമമുണ്ടെന്ന് അമ്മയ്ക്കറിയാം. ജീവിതമാകുമ്പോ പലതും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കേണ്ടി വരും. അത് അമ്മയ്ക്ക്. എനിക്കിതൊന്നും ശീലമില്ല. അങ്ങനെയല്ലല്ലോ അമ്മ എന്നെ വളർത്തിയത്. അവരുടെ വായിലിരിക്കുന്നൊക്കെ കേട്ടോണ്ട് നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ അവരെ കാണരുതെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഒരിക്കലും അവളെ കാണില്ല. അഥവാ കണ്ടാലും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത വിധം പറഞ്ഞു പിരിയും. പോരെ? നിന്നെ വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല മോനെ. പക്ഷേ നിങ്ങൾ രണ്ടാളുടെയും പ്രായത്തെ പേടിച്ച അമ്മ നിന്ന് നിപ്പി കുറുപ്പച്ചനോട് പോലും പറയാതെ നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നത്. ഞാൻ മൂലം അമ്മയ്ക്ക് ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നാട് വിടേണ്ടി വന്നു. മോനെ, ആര് വേദനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ ആ ആൾ എന്നെ ഓർത്ത് വേദനിക്കുന്നു. എന്റെ ജന്മദോഷം. സച്ചി, നീ ആവശ്യമില്ലാത്തൊന്നും പറയാതെ. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ കാര്യം? അവിടെ ഒരു ജോലി കിട്ടുന്ന എനിക്ക് ഉറപ്പാ. അപ്പ ഈ നരകത്തിന്ന് അമ്മയെ കൊണ്ട് ഞാൻ പോവും. അങ്ങനൊന്നും പറയാതെ മോനെ. പട്ടണത്തിലൊക്കെ ഓരോരുത്തർ പുറമേ ചിരിച്ചു കാണിക്കും. ജാനേ ചേച്ചി അങ്ങനെയല്ല. മോനത് മനസ്സിലാവാഞ്ഞിട്ടാ. ഒരാപത്ത് വരുമ്പോ ഇവരൊക്കെ ഉള്ളു നമുക്ക്. എന്നാലും സ്നേഹം വരുമ്പോ ചീത്ത വിളിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. അങ്ങനെ പല തരക്കാരല്ലേ മോനെ ലോകത്ത്. നീ വാ, ഓരോന്നോർത്ത് വിഷമിച്ച് നിൽക്കാതെ നീ വാ, വന്ന് കിടക്ക്. വാ. ഒരു വഴി അവസാനിക്കുന്നിടത്ത് മറ്റൊരു വഴി തുടങ്ങും. ജീവിതം ഏറെക്കുറെ അങ്ങനെയാ. അറിയാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ചെന്നെത്തുന്നത് മരണത്തിൽ. സഫലമാകാത്ത ആശകൾ അടുത്ത ജന്മത്തിലേക്ക് നീക്കിവെച്ചൊരവസാനം. മരണം എന്റെ തൊട്ടടുത്ത് എത്തിയതുപോലെ. അപർണേ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊന്നും നീ വിചാരിക്കണ്ട. അപർണ എന്നുള്ള നിന്റെ ഈ വിളിയുണ്ടല്ലോ, എന്റെ ആത്മാവിന്റെ വേദനകളെ തൊട്ടറിഞ്ഞ സൗഹൃദത്തിന്റെ ശബ്ദം. ഇപ്പോ അതാണ് എന്റെ ഒരേ ഒരു ആശ്രയം. രക്തബന്ധത്തെക്കാൾ എത്രയോ ആഴമുള്ളതാണ് ഈ സൗഹൃദം. നീ ഇങ്ങനെ വിഷമിക്കാതെ. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തത് ആർക്കാ? അതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ലേ. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. എല്ലാം വരുത്തി വെച്ചതല്ലേ. ഇപ്പൊ തന്നെ അച്ഛൻ വെറുതെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആശുപത്രിയിലായി. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അച്ഛൻ ഇത്രയും ടെൻഷൻ കൊടുത്തതെന്ന്? അച്ഛൻ കാര്യങ്ങള് ലാഘവത്തോടെ കാണാഞ്ഞിട്ടല്ലേ. ആരുടെ ഭാഗത്താ ശരി തെറ്റെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട സമയമാണോ ഇത്? സച്ചിയെ കണ്ടുപിടിക്കാൻ എന്താ മാർഗം? എനിക്കൊന്നും തോന്നുന്നില്ല. ഞാനാകെ ബ്ലാങ്കാ.
സച്ചി എവിടെയുണ്ടെന്ന് അറിയാവുന്ന ഏക വ്യക്തി നിന്റെ അച്ഛനാ. ആ സ്ഥിതിക്ക് നിന്റെ അച്ഛനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണം. എങ്ങനെ? കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമെടുപ്പിക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ. അതിനൊരു വഴി പറഞ്ഞതാ. അച്ഛന്റെ മുമ്പിൽ നീയൊന്ന് അഭിനയിക്കേണ്ടി വരും. ഇങ്ങനെ തൊട്ടും തൊടാതെ സംസാരിക്കാതെ നീ ഒന്ന് തെളിച്ചു പറയൂ. അച്ഛനോട് സ്നേഹം നടിച്ച്, അച്ഛന്റെ നല്ല കുട്ടിയായി ഭാവിച്ച്, അച്ഛന്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന മോളായി വിവാഹത്തിന് സമ്മതം മൂളി തന്ത്രപൂർവം സുധാമയെ വീട്ടിലേക്ക് തിരിച്ചു വരുത്തണം. എന്തു പറ്റുമേ? മോനെ, നീ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. എന്താ അമ്മേ? എന്റെ മോൻ അമ്മ പറയുന്ന പോലെ കേക്കോ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അമ്മ പറയുന്നതല്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ. മോനെ, എങ്ങനെയെങ്കിലും വിശ്വനാഥന്റെ കാശ് കൊടുക്കണം. ഇത്രയും വലിയ തുക പെട്ടെന്ന്? അതൊന്നും എനിക്കറിയണ്ട. ഇത്തിരി പൊന്നിന്റെ മണത്തിന്റെ പേരില് നിന്റെ അച്ഛനെ ആരും കുറ്റപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിക്കാൻ. തലവരെ തടയാ പോകത്തില്ലല്ലോ ഭാഗ്യം. വിശ്വട്ടൻ പ്രശ്നം ഉണ്ടാക്കിയോ അമ്മേ? ഉണ്ടാക്കിയോന്നോ? ഇന്നല്ലേ അവന്റെ തനിനിറം മനസ്സിലാവുന്നേ. തനി ചെകുത്താനാ മോനെ. നിന്ന നിപ്പിലൊരു പരിഹാരം കാണാൻ എന്റെ മോനെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഞാനും അത് ആലോചിക്കുന്നു അമ്മേ. എത്രയും പെട്ടെന്ന് ആ കണക്ക് തീർത്തെങ്കിൽ ഹേമേച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടായനെ. ഈ അമ്മയുടെ പൊട്ടബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. എന്റെ മോനൊന്നും വിചാരിക്കരുത്. നീ എന്തിനാ അവനെ ഇങ്ങനെ മുൾമുനയെ നിർത്തുന്നേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ ഇതേ ഒരു പോംവഴിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അമ്മ കാര്യം പറയേ. മോനെ, നിനക്ക് കുറച്ച് സ്ത്രീധനം കിട്ടിയ അവക്ക് കൊടുക്കാനുള്ളത് കൊടുത്തൂടെ മോനെ? അമ്മ, അത് എനിക്കറിയാം. മകളുടെ ജീവിതത്തിന് വേണ്ടി മകന്റെ ജീവിതം പണയം വെക്കുന്ന ഒരമ്മയായി ഞാനിപ്പോ. അത് വേണ്ട ഭാഗ്യം.